ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. പലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള കർമ്മപദ്ധതികളും ചിന്തകളും പങ്കുവെച്ച് കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് രൂപത മുന്നേറുകയാണ്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് ഇവാഞ്ചലൈസേഷൻ എന്ന ഹെഡിലുള്ള എപ്പിസോഡിൽ സദ്വാർത്തയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പങ്കുവച്ചത്. ദൈവമെന്ന വലിയ സദ്വാർത്ത മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നതാണ്, രക്ഷ നൽകുന്നതാണ് എന്ന ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ചിന്തിച്ചതും ധ്യാനിച്ചതുമെല്ലാം. അവിടെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നടത്തിയതും. അതിൽ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. അതുപോലെ ദൈവത്തിൽ നിന്ന് വരുന്ന വ്യക്തികൾക്കുണ്ടാവേണ്ട പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു. ഇവിടെ നമ്മൾ ഈശോ മിശിഹ എന്ന ഒരു വ്യക്തിയിൽ എത്തി നിൽക്കുകയാണ്. ഈശോ മിശിഹയുടെ പ്രത്യേകതകൾ പറഞ്ഞു വരുന്നിടത്ത് ഫുൾട്ടൻ ജേഷ്യൻ ബിഷപ്പ് പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ചില ചിന്തകൾ നമ്മളെടുത്ത് വിശകലനം ചെയ്തു. അതിൽ തന്നെ ഒന്നാമത്തേതായിരുന്നു, ദൈവത്തിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് അതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിയിപ്പുണ്ടാവും. പ്രീ അനൗൺസ്മെൻറ്റ് എന്നാണല്ലോ അതിനെ വിളിക്കുക, പ്രീ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ആര് ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു വന്നാലും അവർ ദൈവത്തിൽ നിന്ന് വന്നതാണോ എന്നറിയാനുള്ള ചില പരിശോധന മാർഗങ്ങളെക്കുറിച്ച് കൂടി ബിഷപ്പ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് പറയുന്നത് ബൈ റീസൺ, നമ്മളുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ യുക്തി കൊണ്ട് ഇത് തിരിച്ചറിയാനുള്ള ഒരു പരിശ്രമം. രണ്ടാമത് ബൈ ഹിസ്റ്ററി, ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈശോ മിശിഹായെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ പങ്കുവെച്ചപ്പോൾ ഈശോ മിശിഹ പ്രീ അനൗൺസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഒന്നോ രണ്ടോ എപ്പിസോഡുകളിൽ പങ്കുവെച്ചതാണ്. വീണ്ടും നമ്മൾ ഈശോയെക്കുറിച്ച് പറഞ്ഞു വന്നിടത്ത് ഈശോ മിശിഹ വലിയ ഒരു ചരിത്ര പുരുഷനായിരുന്നു, അദ്ദേഹം ചരിത്രത്തെ രണ്ടായി പകുത്ത വ്യക്തിയായിരുന്നു എന്ന ചിന്തയും നമ്മൾ പങ്കുവെച്ചതാണ്. മൂന്നാമത്തേത് നമ്മൾ കണ്ട ഒരു ചിന്ത ഇതായിരുന്നു, ഈശോ മിശിഹ ഭൂമിയിലേക്ക് വന്നത് ഏതെങ്കിലും മനുഷ്യരിൽ നിന്ന് വിഭിന്നനായി അവിടുന്ന് മരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു എന്ന ചിന്തയാണ്. കാരണം ബാക്കി സകല മനുഷ്യരും ഭൂമിയിലേക്ക് വരുന്നത് ജനിക്കാനാണ്. ഈശോ മിശിഹായുടെ വരവിനെക്കുറിച്ചും ഈശോ മിശിഹായുടെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് സ്നാപക യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നതും, അങ്ങനെ പല കാര്യങ്ങൾ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇനി കടക്കേണ്ടതില്ല. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുന്നു, ഈശോ മിശിഹ ലോകത്തിൻ്റെ മനുഷ്യരിൽ നിന്ന് വിഭിന്നനായ ഒരു വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവാണ് അവിടെ നൽകുക. ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് മരിക്കാൻ വന്നു. എന്തിനു മരിക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ, അവൻ്റെ മരണം വഴി പാപത്തിന് അടിമപ്പെട്ട് മരണത്തിന് അധീനരായവരെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയത്. ഇനി നാലാമതൊരു ചിന്ത ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ പങ്കുവയ്ക്കുന്നത്, ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോ ഒരു നല്ല മനുഷ്യനായിരുന്നില്ല ഈശോ ഒരു ചുറ്റുപാടുകളിലുണ്ടായിരുന്നവർക്ക്. സാധാരണഗതിയിൽ വലിയ വലിയ ടീച്ചേഴ്സ്, വലിയ വലിയ അധ്യാപകർ, അല്ലെങ്കിൽ വലിയ തത്വങ്ങൾ പഠിപ്പിക്കുന്നവരൊക്കെ നല്ല മനുഷ്യരായിട്ട് പരിഗണിക്കുന്ന ഒരു ലോകമാണുള്ളത്. നമുക്കറിയാമല്ലോ, ഈ പ്ലേറ്റോ, അതുപോലെ സോക്രട്ടീസ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ തത്വചിന്തകരൊക്കെ നല്ല ഒത്തിരി ആളുകൾ, നമുക്ക് നല്ല പഠനങ്ങൾ നൽകുന്ന ആളുകളെക്കുറിച്ചൊക്കെ നല്ല മനുഷ്യരെന്നാണ് പറയുന്നത്. നല്ല മനുഷ്യർ, ഒരു ഗുഡ് മാൻ, ആ കാറ്റഗറിയിലാണ് അവർ വരുന്നത്. എന്നാൽ ഈശോയുടെ കാര്യത്തിൽ മാത്രം ഈശോയെ നല്ല മനുഷ്യന് എന്ന് വിശേഷിപ്പിക്കുന്നില്ല ആ കാലഘട്ടത്തിൽ ആരും. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരുടെ ഒരു ഗണത്തിന് നടുവിലാണ് ഈശോ നിന്നിരുന്നത്. പക്ഷേ ഈശോയുടെ ശിഷ്യന്മാർ അടുത്തറിയുന്നവരും ഈശോയെ നല്ല മനുഷ്യനായിട്ട് പരിഗണിച്ചില്ലെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. എങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഈശോ നല്ലവനായ, ഹി വാസ് നോട്ട് എ ഗുഡ് മാൻ. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്നത്. അതിന് പല കാരണങ്ങളാണ് പറയുക. അത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നുവരെ ഉണ്ടായിരുന്ന മാമൂലുകൾ, നിയമങ്ങൾ, ആ തത്വസംഹിതകൾ, അതിനെല്ലാം വിരുദ്ധമായ ഒരു നിലപാടാണ് ഈശോ എടുക്കുന്നത്. വിരുദ്ധമായൊരു നിലപാടാണ്. അന്നുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ചില ചിന്തകളും ചില അറിവുകളും ഒക്കെയാണ് ഈശോ പങ്കുവച്ചിരുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഈശോ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ അതുവരെ ദൈവത്തെ കാണാതിരുന്ന മനുഷ്യർക്ക്
ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഒരു മനുഷ്യൻ വന്ന് അവകാശപ്പെടുമ്പോൾ അത് സ്വീകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ സാബത്തിനെ കുറിച്ച് ഈശോ പറഞ്ഞു. അന്നുണ്ടായിരുന്ന യഹൂദ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ യഹൂദ നിയമത്തിലെ സാബത്തിനെ കുറിച്ച് ഈശോ മാറ്റി പറയുകയാണ്. ഈശോ പറയുന്നത് സാബത്ത് എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ദിവസമാണ്, ജീവൻ സമൃദ്ധമാക്കാനുള്ള ദിവസമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈശോ സാബത്തിനെ കുറിച്ച് പറയും. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളെയും അല്ല അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെയും ഒക്കെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിനെ ചവിട്ടി മെതിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഈശോ അവർ നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈശോ നല്ലവനായിരുന്നില്ലെന്ന് മാത്രമല്ല, ഐ വാസ് എ ലയർ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വഞ്ചകനായിട്ട് അവർ ഈശോയെ കണക്കാക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നത് ഈശോ അവരുടെ മുമ്പിൽ വെക്കുന്ന ചോയ്സാണ്, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന ചോയ്സാണ്. അന്നുള്ളവർക്ക് മാത്രമല്ല, നിത്യകാലത്തേക്കുമുള്ളവർക്ക് ഈശോ അവരുടെ മുമ്പിൽ വെക്കുന്ന ഒരു ചോയ്സാണ്. ഈശോ വേണമെങ്കിൽ ഒരു മനുഷ്യനായി കണക്കാക്കാം. ഈശോ ഒരു മനുഷ്യനായി കണക്കാക്കുമ്പോൾ, വെറുതെ ഒരു മനുഷ്യനായി കണക്കാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല മനുഷ്യനായിട്ട് പോലും കണക്കാക്കേണ്ട കാര്യമില്ലെന്ന് പറയും. അത് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇനി അതല്ല, ഈശോയെ യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായി പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ ആരാധിക്കപ്പെടേണ്ടവനാണ്. ഇതാണ് ഈശോ നൽകുന്ന രണ്ട് ചോയ്സസ്. ഒന്നുകിൽ ഈശോയെ വെറും മനുഷ്യനായി കണ്ട് ഒരു നല്ല മനുഷ്യൻ പോലുമായി കാണാതെ തള്ളിക്കളയാം, അല്ലെങ്കിൽ ഈശോയെ യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായി കണ്ട് ഈശോയെ ആരാധിക്കാം, അവനെ ദൈവമായിട്ട് പരിഗണിക്കാം. ഇതാണ് നമ്മൾ ഈശോയുടെ ഈ പഠനങ്ങളിൽ നിന്ന്, ഈശോയുടെ ഭൗമിക ജീവിതകാലത്തെ പഠിപ്പിക്കലുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈശോ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തെ പഠിക്കണം വ്യക്തമായിട്ട്. എന്താണ് ഈശോ തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത്? എന്താണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ മാതൃക നമുക്ക് നൽകുന്നത്? എങ്ങനെയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഈശോയുടെ അടുത്തിരുന്ന് പഠിക്കണം. ഈശോയുടെ അടുത്തിരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈശോ ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് കുറ്റമറ്റ വിധത്തിലാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് അത് പ്രാപ്യമല്ലെങ്കിലും, അത് അംഗീകരിക്കാനാവില്ലെങ്കിലും, ആത്മാവിൻ്റെ നിറവോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ മനസ്സിലാകും ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം പൂർണ്ണതയുള്ളതാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനത്തിൽ ഈശോ തൻ്റെ ചുറ്റുമുണ്ടായിരുന്നവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും? ഇവിടെയാണ് ഈശോയുടെ അനന്യത എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു ചാൻസ് മനുഷ്യർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ജീവിതം കണ്ട് പഠിച്ചിട്ട്, എൻ്റെ പഠനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പഠിപ്പിക്കലുകൾ കേട്ട് പഠിച്ചിട്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഭൗമിക ജീവിതത്തിൽ നിറവേറ്റിയ കർമ്മ പദ്ധതികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക, എന്നെ ദൈവമായിട്ട് സ്വീകരിക്കണമോ അല്ലെങ്കിൽ വെറും മനുഷ്യനായെന്നല്ല കൊള്ളില്ലാത്ത ഒരു മനുഷ്യനായിട്ട് തള്ളിക്കളയണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ചോയ്സ് ഈസ് ഗിവൺ ടു അസ്. നമുക്കാണ് ചോയ്സ് നൽകിയിരിക്കുന്നത്. ഞാൻ പറയും, ഈശോ മിശിഹായിൽ നമുക്ക് ഒരു ദൈവത്തിന് ചേരാത്തതൊന്നും കണ്ടെത്താൻ കഴിയുകയില്ല. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം. ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുമ്പോൾ ബിഷപ്പ് ഫുൾട്ടൻ ജേഷൻ പറഞ്ഞിരിക്കുന്ന ഈ 3-4 ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ ദൈവപുത്രനായിരുന്നു, ദൈവമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് പിറന്നതും ഈ ഭൂമിയിൽ അവിടുന്ന് ജീവിച്ചതും ഈ ഭൂമിയിൽ അവിടുന്ന് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കിയതും. നമുക്ക് ആ ദൈവത്തിൽ ശരണപ്പെടാം, ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം. ഒരു നല്ല ദിവസവും ദൈവാനുഗ്രഹവും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.